ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ഇന്ത്യയും ലോകവും. നവവത്സരം ആദ്യമെത്തുന്ന പസഫിക് ദ്വീപ് രാഷ്ട്രമായ കിരിബാസിൽ 2026 പിറന്നു. പിന്നാലെ ന്യൂസിലന്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും പുതുവർഷത്തിന് പിറവിയായി. ഇന്ത്യയിലും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നഗരങ്ങളുമെല്ലാം പുതുവർഷം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. പൌരന്മാർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പുതുവത്സര ആശംസകൾ നേർന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകുന്ന 2026 ശക്തവും സമ്പന്നവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് പുതിയ ഊർജ്ജം പകരുമെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സംസ്ഥാനത്ത് വിപുലമായ പുതുവർഷ ആഘോഷങ്ങളാണ് ഇന്ന് നടക്കുന്നത്. കോവളം, ഫോർട്ട് കൊച്ചി, കോഴിക്കോട് ബീച്ച്, മൂന്നാർ തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷങ്ങൾക്കായി ജനം എത്തിച്ചേർന്നു തുടങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പുതുവർഷ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വർക്കല, കോവളം, ശംഖുമുഖം തുടങ്ങിയ ബീച്ചുകളും തിരുവനന്തപുരം നഗരത്തിലെ ആഡംബര ഹോട്ടലുകളുമെല്ലാം നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. നെയ്യാർഡം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും റെസ്റ്റോറന്റുകളും മാളുകളുമെല്ലാം പുതുവർഷാഘോഷ ലഹരിയിലാണ്. കനകക്കുന്നിലെ വസന്തോത്സവത്തിലും LMSലെ ട്രിവാൻഡ്രം ഫെസ്റ്റിലും മാനവീയം വീഥിയിലും മ്യൂസിയത്തുമെല്ലാം പുതുവത്സരം ആഘോഷിക്കാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വെള്ളാർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഇന്ന് രാത്രി പാപ്പാഞ്ഞിയെ കത്തിക്കും. 10 കലാകാരന്മാർ ചേർന്ന് 40 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലും പുതുവർഷാഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പുതുവർഷ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. സംസ്ഥാനത്തെ പുതുവർഷാഘോഷത്തിന്റെ കേന്ദ്രം സ്വാഭാവികമായും കൊച്ചി തന്നെയാണ്. കടന്നുപോകുന്ന വർഷത്തിലെ വേദനകളുടെയും ദുഃഖത്തിന്റെയും പ്രതീകമായ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരിപാടി പശ്ചിമ കൊച്ചിയിലെ വിവിധ മേഖലകളിൽ ഇന്ന് രാത്രി 12 മണിക്ക് നടക്കും. ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൌണ്ട്, വെളി ഗ്രൌണ്ട്, പള്ളുരുത്തി കച്ചേരിപ്പടി എന്നിവിടങ്ങളിലാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്ന വലിയ പരിപാടികൾ നടക്കുന്നത്. പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്കും ജില്ലയിലെ ചെറുതും വലുതുമായ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികൾ ഒഴുകുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ജില്ലയിലെമ്പാടും വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മൂന്നാറിലെ അതിശൈത്യവും തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പതിവ് പോലെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷമായി. മൂന്നാറിന്റെ സമീപ പ്രദേശങ്ങളിലെ ടൂറിസം കേന്ദ്രങ്ങളായ മാട്ടുപ്പെട്ടി, ടോപ്പ് സ്റ്റേഷൻ, ചിന്നക്കനാൽ, ആനയിറങ്കൽ, ശ്രീനാരായണപുരം എന്നിവിടങ്ങളിലേക്കും പുതുവത്സരം ആഘോഷിക്കാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. 2 പ്രധാന ഹൈവേ പദ്ധതികൾക്ക് ഇന്ന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. നാസിക് സോലാപൂർ 6 വരി ഹൈവേ ഇടനാഴി, ഒഡീഷയിലെ ദേശീയപാത 326 വീതികൂട്ടൽ എന്നീ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത്. 374 കിലോമീറ്റർ ദൈർഘ്യമുള്ള നാസിക് സോലാപൂർ ഹൈവേ ഇടനാഴി 19,142 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. നാസിക്, അഹല്യാനഗർ, സോലാപൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ കുർണൂലുമായി ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിൽ 159 തസ്തികകൾ സൃഷ്ടിക്കും. തലശ്ശേരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അധിക ബെഞ്ച് തുടങ്ങാനും അനുമതി നൽകി. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും സാംസ്കാരിക നിലയങ്ങളിലും പഞ്ചായത്ത് ലൈബ്രറികളിലും ശിശുമന്ദിരങ്ങളിലും നഴ്സറി സ്കൂളുകളിലും ഓണറേറിയം ദിവസവേതന അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്നവരെ നടപടിക്രമങ്ങൾ പാലിച്ച് സ്ഥിരപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിക്ക് നാളെ തുടക്കം. നവകേരള സൃഷ്ടിക്കായുള്ള അഭിപ്രായ നിർദ്ദേശ രൂപീകരണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് വികസന നിർദ്ദേശങ്ങളും ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച അഭിപ്രായങ്ങളും ആശയങ്ങളും ലഭ്യമാക്കാനും പ്രാദേശികമായ വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കി ആസൂത്രണം നടത്താനും അഭിപ്രായങ്ങൾ സമാഹരിക്കാനുമാണ് ജനുവരി 1 മുതൽ 31 വരെ നടക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. സഹകരണ ബാങ്കുകളിലെ വായ്പാ കുടിശ്ശിക നിവാരണത്തിനായുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയാണ് ഈ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കുമാണ് നവകേരളം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 ബാധകം. മരണപ്പെട്ടവർ, മാരക രോഗങ്ങൾ ബാധിച്ചവർ എന്നിവരുടെ വായ്പകൾ തീർപ്പാക്കാനും വരുമാനദാതാവ് മരിച്ച സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വായ്പകളിലടക്കം പ്രത്യേക ഇളവുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിച്ച് സംസ്ഥാന സർക്കാർ കെ കാർത്തികിനെ തിരുവനന്തപുരം സിറ്റി കമ്മീഷണറായും എസ് ഹരിശങ്കറെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായും നിയമിച്ചു. അരുൾ RB ആണ് തൃശൂർ റേഞ്ച് IG. ജെ ഹിമേന്ദ്രനാഥ് തിരുവനന്തപുരം റേഞ്ച് IG ആകും. DIGമാരായ പുട്ട വിമലാദിത്യ, എസ് അജിത ബീഗം, ആർ നിശാന്തിനി, എസ് സതീഷ് ബിനോ എന്നിവർക്ക് IGമാരായി സ്ഥാനക്കയറ്റം നൽകി. തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ തോംസൺ ജോസിനെ വിജിലൻസ് DIG ആക്കും.
തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകാദശി ശിവേലി രാത്രി 8:15 നടക്കും. ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ ഇന്ന് നടക്കുന്നുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിനായി ഇന്നലെ വൈകിട്ട് നട തുറന്നതു മുതൽ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്നത് വലിയ ഭക്തജന തിരക്ക്. ഇന്ന് നട തുറന്നതു മുതൽ വൈകിട്ട് 6 വരെ 62,489 പേരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ശരംകുത്തി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിഎം റിസർച്ച് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മറ്റ് സ്കോളർഷിപ്പുകളോ ഫെലോഷിപ്പുകളോ ലഭിക്കാത്ത സംസ്ഥാനത്തെ സർവകലാശാലകളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 10,000 രൂപ നിരക്കിൽ 3 വർഷം വരെ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഒരേ ലോഞ്ചറിൽ നിന്ന് തുടർച്ചയായി 2 പ്രാലേ മിസൈലുകളുടെ വിക്ഷേപണം വിജയകരമായി പരീക്ഷിച്ച് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO. ഒഡീഷ ചണ്ഡിപ്പൂരിലായിരുന്നു വിക്ഷേപണം. 2 മിസൈലുകളും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സോളിഡ് പ്രൊപ്പലന്റ് ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് പ്രാലേ. വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഒന്നിലധികം തരം പോർമുനകൾ വഹിക്കാൻ മിസൈലിന് കഴിയും. കേന്ദ്ര സർക്കാരിന്റെ 2026 കലണ്ടർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. 2047 വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ ദേശീയ യാത്രയിലെ സുപ്രധാന അധ്യായങ്ങൾ കലണ്ടർ അടയാളപ്പെടുത്തുന്നു. 2026 മാർച്ച് 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന CBSE 10, 12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ മാറ്റം. മാർച്ച് 3 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 11 12ാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ 10 മാറ്റിയത്. മറ്റു പരീക്ഷകളിൽ മാറ്റമില്ല. കണ്ണൂർ ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ശ്രീകണ്ഠപുരം, ചെങ്ങളായി, മലപ്പട്ടം പ്രദേശത്ത് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കടകളിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധന നടത്തി പാനീയങ്ങൾ വിതരണം ചെയ്ത കടകളിൽ നോട്ടീസ് നൽകി അടപ്പിച്ചു. ഈ കടകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ കിണർവെള്ളത്തിൽ നിന്നാണ് രോഗം പകർന്നത് എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഈക്കോളിയുടെ സാന്നിധ്യം വലിയ തോതിൽ ഈ കിണർവെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മേഖലയിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരികയാണ്. കടകളിൽ നിന്നും തയ്യാറാക്കി നൽകുന്ന ജ്യൂസ്, ഐസ്, ലൈം, മോര് എന്നിവ ശുദ്ധീകരിക്കാത്ത കിണർവെള്ളത്തിൽ തയ്യാറാക്കി നൽകുന്നതും മഞ്ഞപ്പിത്ത കേസുകൾക്ക് കാരണമാകുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ചലച്ചിത്ര, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരിയും ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ എന്നിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടത്. 3 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്ത് വിവരങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ സ്വച്ഛതാ പക്വാഡ ക്യാമ്പയിൻ ആചരിച്ചു. 2 ആഴ്ച നീണ്ടുനിന്ന പരിപാടിയിൽ ശുചീകരണം, ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ചുള്ള മത്സ്യത്തീറ്റ നിർമ്മാണ രീതിയിൽ മത്സ്യ കർഷകർക്ക് പരിശീലനവും നൽകി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ 2026 ജനുവരി 1 മുതൽ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. നാളെ ഉച്ചയ്ക്ക് 1:45 ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിൽ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ മേരി ജോർജുമായുള്ള സംഭാഷണം കേൾക്കാവുന്നതാണ്. 4ാമത് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായ നിയമസഭാ പുരസ്കാരത്തിന് പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ അർഹനായി. ജനുവരി 7 നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. ജനുവരി 7 മുതൽ 13 വരെയാണ് നിയമസഭാ പുസ്തകോത്സവം. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ KT വർക്കി മലാപ്പറമ്പിൽ അന്തരിച്ചു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനും മാനന്തവാടി മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോയമ്പത്തൂർ CMS കോളേജ് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പലുമായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് മാർഗ്ഗരേഖ പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. വയനാട് ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ദുരന്ത മാലിന്യ സംസ്കരണ മാനദണ്ഡങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.